ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോ ഒരു എംബെക് 4 എച്ച് ഡി ബോക്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് ആൽപൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലോ കോസ്റ്റ് എംബെക് 4 എച്ച് ഡി ബോക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അൺബോക്സിംഗ് റിവ്യൂ, ചാനൽ സ്കാനിങ്, അങ്ങനെയുള്ള വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സ്കാനിങ് ഒരുപാട് കാണിക്കുന്നില്ല, ജസ്റ്റ് ചാനൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, ക്ലാരിറ്റി നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം ഈ സെയിം മോഡൽ തന്നെ ഒരുപാട് നമ്മൾ ചാനൽ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതാക്കി ചെയ്യുക, കാര്യങ്ങളെല്ലാം പറയുക എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബോക്സ്. ആൽപൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോക്സ് ആണ്. എംബെക് 4 എച്ച് ഡി ബോക്സ് ആണ്. ടൈഗർ ഗോൾഡ് എച്ച് ഡി എന്ന് പറഞ്ഞ മോഡലാണ്. അത് എംബെക് 2ഉം എംബെക് 4ഉം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു എംബെക് 4ന് ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 1000 രൂപയാണ്. അതായത് 1000 റുപ്പീസ് ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. പ്ലസ് നമുക്ക് കൊറിയർ ചാർജും കൂടി വരും. DTDC കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത്. അപ്പോൾ ഒരു 2 3 ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള DTDC ഓഫീസിൽ കിട്ടും. അവിടെ ചെന്ന് കളക്ട് ചെയ്യണം. അവർ കൊണ്ട് തരത്തില്ല. ജസ്റ്റ് തൊട്ടടുത്തൊക്കെ ആയിരിക്കും DTDC ഓഫീസ്. അവിടെ ചെന്ന് കളക്ട് ചെയ്യാം. അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പം ആവശ്യം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കോള് വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. വാട്സപ്പ് ഇല്ലാത്തവർ അടുത്ത വേറെ ആരുടെയെങ്കിലും വാട്സപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മെസ്സേജ് അയക്കാം. ബോക്സ് കൊണ്ടുവരും. അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പറൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ഞാനത് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നതാണ്. DD ഫ്രീ ഡിഷ് ട്യൂൺ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ വഴി. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം വാറണ്ടി ഇല്ല. നമുക്ക് ഈ ഒരു ബോക്സിനൊന്നും, ഇപ്പോൾ വരുന്ന ലോ കോസ്റ്റ് ബോക്സിനൊന്നും വാറണ്ടി ഇല്ല. കാരണം അത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 റുപ്പീസിന് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡൽഹിയിൽ നിന്ന് വരുന്ന ഡൽഹി മെയ്ഡ് ബോക്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്ത് ചാനലൊക്കെ ട്യൂൺ ചെയ്ത് അങ്ങനെ കൊറിയർ അയച്ച് തരണമെന്നുണ്ടെങ്കിൽ ആ ഒരു 1000 റുപ്പീസിന് തന്നെ തരണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കൊക്കെ വളരെ ചെറിയൊരു എമൗണ്ടേ അത് കിട്ടുന്നുള്ളൂ ഈ ഒരു ബോക്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വാറണ്ടി കൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ്, ഇപ്പോൾ ഉപയോഗിക്കുക കളയുക എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അൺബോക്സിങ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു അഡാപ്റ്ററാണ്. മിനി ടൈഗർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കമ്പനിയുടെ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു അഡാപ്റ്ററാണ് തന്നിരിക്കുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അഡാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ. കാരണം ഈ ഒരു ലോ കോസ്റ്റ് ബോക്സിൻ്റെയൊക്കെ അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ ആവറേജ് ക്വാളിറ്റി തന്നെ ആയിരിക്കും. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാം. എന്നാലും നമുക്ക് അഡാപ്റ്റർ ഇപ്പോൾ എല്ലാവരുടെയെങ്കിലും ഉണ്ട്. 12 വോൾട്ട്, 1 ആംപിയർ, 1.5 ആംപിയർ ഒക്കെ വരുന്ന അഡാപ്റ്റർ എല്ലാവരുടെയെങ്കിലും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അഡാപ്റ്റർ ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാലും പ്രശ്നം വരുന്നില്ല ആർക്കും. പക്ഷേ റിമോട്ടിന്റെ കാര്യത്തിൽ അങ്ങനല്ല. കാരണം റിമോട്ട് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. പെയറിംഗ് റിമോട്ടാണ് അവിടെ തന്നിരിക്കുന്നത്. കാരണം ഈ ലോ കോസ്റ്റ് റിസീവറിന്റെ കൂടെയൊക്കെ പെയറിംഗ് റിമോട്ട് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം വരുന്നില്ല. കാരണം സോളിഡിന്റെ റിമോട്ടിനകത്തൊക്കെ വരുന്നുണ്ട്. പെയറിംഗ് റിമോട്ട് തന്നെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ 1000 രൂപ താഴെയുള്ള റിസീവർ എന്നൊക്കെ പറയുമ്പോൾ പെയറിംഗ് റിമോട്ട് കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ HDMI കേബിളാണ് തരുന്നത്. കമ്പനികളെല്ലാം തരുന്നത് HDMI കേബിൾ തന്നെയാണ്. നേരത്തെ ലോ കോസ്റ്റ് റിസീവറിന്റെ കൂടെ AV കേബിളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് HDMI കേബിൾ കൊടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അഡീഷണൽ എമൗണ്ട് ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് HDMI കേബിൾ തന്നെയാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യം തന്നെയാണ്, ലോ കോസ്റ്റ് റിസീവറിന്റെ കൂടെ HDMI കേബിൾ തരുന്നത്. അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ ഒരു ആവറേജ് ഇത് വരുന്നത്. എന്നാലും കുഴപ്പമില്ല. അഡാപ്റ്റർ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ബോക്സ് ചെറിയ ബോക്സാണ്. നേരത്തെ നമ്മുടെ പകാരിയൊക്കെ വന്നുകൊണ്ടിരുന്നത്, പകാരി മിനി ബോക്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് ആ ഒരു അതിനെക്കാട്ടിയൊക്കെ ചെറിയ ബോക്സാണ് വരുന്നത്. മെറ്റൽ ബോക്സാണ്, മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഞാൻ എന്തായാലും കവർ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കാരണം ഒരു കവറിനകത്തൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് അവർ വിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് ബോക്സിന്. നാഷണൽ ചിപ്സെറ്റാണ്. 6605S നാഷണൽ ചിപ്സെറ്റ് വരുന്ന ഇതാണ്, ബോക്സാണ്. RDA 5815 എന്ന് പറയുന്ന ടൂണർ ചിപ്പ് വരുന്ന മോഡലാണ്. ഫ്രണ്ടിൽ നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഫ്രണ്ട് പാനലൊക്കെയാണ് വരുന്നത്. മെനു ബട്ടൺസ് ഒക്കെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 USB ആണ്, USB പോർട്ടാണ് ഈ ബോക്സിൽ വരുന്നത്. ഒന്ന് ഫ്രണ്ട് സൈഡിലും ഒന്ന് ബാക്ക് സൈഡിലും. ഫ്രണ്ടിൽ പവർ സ്വിച്ച്, മെനു, അതുപോലെയൊക്കെയുള്ള ബട്ടൺ ഉണ്ട്. ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ LNB ഫസ്റ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. LNB ഇൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ USB പോർട്ട്, HDMI, AV, പിന്നെ പവർ, 12 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ.
പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്രയാണ് ബാക്ക് സൈഡിൽ വരുന്ന കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു USB ഫ്രണ്ട് സൈഡിലും ഒരു USB ബാക്ക് സൈഡിലുമാണ് വരുന്നത്. ഓവറോൾ ഡിസൈൻ നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ബോക്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലോസി ടൈപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ബാക്ക് സൈഡിൽ നിന്നായാലും ഫ്രണ്ട് സൈഡിൽ നിന്നായാലും ടോപ്പ് സൈഡ് ഏത് സൈഡിൽ നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ചെറിയ ബോക്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ബോക്സ് ആണ്. ആ, എന്തായാലും നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് അവർ അത് ബോക്സ് അയച്ചിരിക്കുന്നത്. ആ, കുഴപ്പമില്ല. അത്യാവശ്യം സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പവർ ഓൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടെ നോക്കാം. ഫസ്റ്റ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് എന്ന് പറഞ്ഞിട്ട് ബൂട്ട് ചെയ്ത് വരും. അവരുടെ ലോഗോ വരുന്നുണ്ട്, കമ്പനിയുടെ ആൽപ്പയിൽ നിന്നിട്ട് ലോഗോ വരുന്നുണ്ട്. ജസ്റ്റ് മെനു ഇതാണ് വരുന്നത്. ആ, നമ്മുടെ ആ ഒരു ട്രാൻസ്പോണ്ടർ സിഗ്നൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P48, 49 അങ്ങനെ സിഗ്നൽ പെർസെൻറ്റേജ് ഫ്രണ്ട് സൈഡിൽ തന്നെ LED കാണിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഫോ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ സിഗ്നൽ കാണിക്കത്തില്ല. അതായത് ട്രാൻസ്പോണ്ടർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സിഗ്നൽ പെർസെൻറ്റേജ് കാണിക്കത്തുള്ളൂ. അപ്പോൾ ആന സെറ്റിംഗ് എടുത്തിട്ട് അതിനകത്ത് സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്പോണ്ടർ സെലക്ട് കഴിഞ്ഞാൽ സിഗ്നൽ പെർസെൻറ്റേജ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ബോക്സ് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.